എന്ന പരാതിയുമായി മാനേജർ വിപിൻ കുമാർ മറ്റൊരു താരത്തിന്റെ സിനിമയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ പ്രകോപിതനായാണ് മർദ്ദനമെന്നാണ് ആരോപണം. ഒരു സംവിധായകന്റെ മൂക്കടിച്ചു പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല അത് ഞാനും മേജർ തമ്മിലൊരു ഞാൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഐ എം നോട്ട് വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. കുറെ എക്സാജറേറ്റഡ് ആയ കാര്യങ്ങളാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ആക്ച്വലി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഇങ്ങനൊരു ഫോറം ഉണ്ണി ഉപയോഗിക്കണം എന്റെ അഭിപ്രായം. ദിസ് ഹാപ്പൻ ലൈക്ക് ഇപ്പൊ ഇത് സംഭവിച്ചിട്ട് ഒരു 3-4 വർഷങ്ങളായി കാണും. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഇപ്പൊ എനിക്ക് ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം പറയാം. എനിക്ക് എന്റെ വൺ ഓഫ് ദി ആദ്യത്തെ സിനിമകൾ ഓഫർ ചെയ്ത സമയത്ത് അതിലത്തെ ഡയറക്ടർ മേജർ ആയിരുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ നടൻ ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന്റെ മാനേജറായ വിപിനെ തല്ലി. അതും താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റിന്റെ കാർ പാർക്കിലേക്ക് വിളിച്ചു വരുത്തി കർണക്കുറ്റിക്കടിച്ചു, ചെവിക്കല്ലടിച്ചു തകർത്തു. ഇതാണ് ഇപ്പോഴത്തെ വാർത്ത. പിന്നെ ഇതിൽ 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതുവരെയായിട്ടും ഉണ്ണി മുകുന്ദൻ ഇതിനകത്തൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടില്ല. വിപിൻ എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാം അദ്ദേഹത്തിൻ്റെ വോയിസ് കൊടുക്കുകയും തെളിവ് കൊടുക്കുകയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും അമ്മയിലും ഫിഫ്കയിലും ഒക്കെ ഇതിനെതിരെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി പറയാൻ പോകുന്ന എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ കുറച്ച് സംശയങ്ങളാണ്. ഉണ്ണി മുകുന്ദൻ ഒരു കാര്യം കൂടെ ഉണ്ട്, അതൊരു പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. ഇത് ഈ അടിക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ഈ വിപിൻ കുറച്ച് മറുപടികൾ പറയുന്നത് നമുക്കത് കാണാം. അതിന് മുമ്പായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഉണ്ണി മുകുന്ദൻ്റെ മാനേജറായിരുന്ന വിപിൻ ഒരു PR ആണ്. അയാൾ നമ്മുടെ നരിവേട്ട, നമ്മുടെ ടോവിനോയുടെ പുതിയ ഫിലിം ഉണ്ടല്ലോ, ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഫിലിമാണ് നരിവേട്ട. ആ നരിവേട്ടയുടെ പ്രൊമോഷൻ ചെയ്തു. സൂപ്പർ ഫിലിമാണെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതിൽ പ്രകോപിതനായിട്ടാണ് ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിനെ വിളിച്ചത്, അതായത് ഈ വിപിനെ വിളിച്ച് അടിച്ചത് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. ഇനി 2-3 ചോദ്യങ്ങൾ. ടോവിനോ, ഉണ്ണി മുകുന്ദൻ. ടോവിനോയ്ക്ക് ടോവിനോടേതായ സ്റ്റൈലുണ്ട്, ഉണ്ണി മുകുന്ദൻ്റെതായ സ്റ്റൈലുണ്ട്. ഒരു കഥ എഴുതുമ്പോൾ ഇപ്പം നമ്മൾ ഒരാളെ കാസ്റ്റ് ചെയ്യും. ഒരു കഥ എഴുതുന്ന ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ കഥ എഴുതുന്ന ആൾ എന്ത് ചെയ്യും, എൻ്റെ ഫിലിമിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കഥാപാത്രം ഇന്ന ആൾ ചെയ്താൽ നല്ലതായിരിക്കും. അത് കഥ കേൾക്കുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഉണ്ടല്ലോ, നിർമ്മാതാവും അതുപോലെ സംവിധായകനും ഒക്കെ ഉണ്ടല്ലോ. അവർ തീരുമാനിക്കും ഇന്ന ക്യാരക്ടർ ഇന്ന ആൾ ചെയ്താൽ കൊള്ളായിരിക്കും. ഓക്കെ, അപ്പം ഓരോരുത്തർക്കും അവരുടേതായ സ്റ്റൈലുണ്ട് അല്ലേ. ഇപ്പം മോഹൻലാലിൻ്റെതായിട്ടുള്ളത്, മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായിട്ടുള്ളത്, സുരേഷ് ഗോപി, ജയറാം, ആരും പകരമല്ല. ഇപ്പോൾ ഒരാളുടെ ഫിലിം അങ്ങ് ഹിറ്റായി, ഇപ്പം ടോവിനോയുടെ നരിവേട്ട സൂപ്പറായി എന്നുള്ളത് കൊണ്ട് ഉണ്ണി മുകുന്ദന് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ ആരും കൊണ്ടൊന്നും ടോവിനോയ്ക്ക് കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് മാർക്കോ ഫിലിം. നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ ഫിലിം ഭയങ്കര ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ ഇത്ര ഹിറ്റായ ഫിലിം ചെയ്തതുകൊണ്ട് അടുത്തൊരു ഫിലിം അത് ഉണ്ണി മുകുന്ദന് സ്യൂട്ട് അല്ല എങ്കിൽ ഒരിക്കലും അത് ഉണ്ണി മുകുന്ദന് കിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരിക്കലും ഒരു നടൻ മറ്റൊരാളുടെ ഒരു സിനിമയെ പ്രോത്സാഹിപ്പിച്ച് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് തൻ്റെ മാനേജറെ വിളിച്ച് ഗുണ്ടായിസം കാണിക്കില്ല. ഇത് പറഞ്ഞ തനി ഗുണ്ട രീതി. ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തുന്നു, കർണക്കുറ്റിക്കടിക്കുന്നു. ഇത് ഫിലിം ഫീൽഡാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷ് ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിലൊന്നും ആരും പരസ്യമായിട്ട് ഒരിക്കലും എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പം അടി കൊണ്ട വിപിൻ ഇങ്ങനൊരു കാര്യം ഇപ്പം നരിവേട്ടയെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് നീ എൻ്റെ മാനേജറല്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് കർണക്കുറ്റിക്ക് അടിച്ച അതിൻ്റെ പുറക്കെ വരുന്ന കോൺട്രവേഴ്സീസ് അറിയാത്ത ഒരാളാണോ ഉണ്ണി മുകുന്ദൻ? അല്ലല്ലോ. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ ഉണ്ണി മുകുന്ദൻ ഈ വിപിനെ അടിച്ചു എന്നുള്ളത് സത്യമാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസനീയമല്ല. ഇനി നമുക്ക് ഈ വിപിൻ എന്തിനാണ് തന്നെ അടിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ വിളിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ന് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല.
എഡ്സൽ ബേബി പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി എന്നെ രാത്രി വിളിച്ച് പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. അല്ല, ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ, നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ അതെ, ഫോണിൽ വിളിച്ചിട്ടാണ്. അതെ അതോട്ട് വരാൻ പറയുന്നത്. ഇതാണ് കേട്ടോ ബിബിന്റെ എക്സ്പ്ലനേഷൻ. ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് സത്യമാണോ കള്ളമാണോ എന്നറിയില്ല. പക്ഷെ ഒരിക്കലും ഉണ്ണിമുകുന്ദനെ പോലെ, ഞാൻ ഉണ്ണിമുകുന്ദന്റെ ഫാനോ മറ്റു കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഉണ്ണിമുകുന്ദനെ ഇഷ്ടമാണ്, ടോവിനോയെ ഇഷ്ടമാണ്, എല്ലാ നടന്മാരെയും ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഫാൻസ് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. വിപിനെതിരായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിപിന്റെ ഈ ഒരു ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കാത്തത്. ഈ വിപിൻ പലതരത്തിലുള്ള പ്രോബ്ലംസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വിപിന് ഒരുപാട് നെഗറ്റീവ്സ് ആണ് ആളുകൾ പറയുന്നത് കേട്ടോ. വിപിന് ഈ അടി അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞവർ പോലും ഉണ്ട്. എന്തായാലും ഉണ്ണിമുകുന്ദനെ പോലൊരു ക്യാരക്ടർ, കാര്യം വേറൊന്നല്ല, ഒരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു വ്യക്തി ഒരിക്കലും മറ്റൊരു നടന്റെ ഒരു ഫിലിം പ്രൊമോട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ ഒരിക്കലും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ഒരിക്കലും ചാൻസ് ഇല്ല. കാര്യം ഇത് ബിബിൻ ഒരു PR ആണ് അല്ലേ. PR ആയതുകൊണ്ട് തന്നെ ബിബിൻ ഈ ഒരു ഇഷ്യൂവിനെ ഇങ്ങനെ കറക്കി തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതായിരിക്കണം. അതായത് ഉണ്ണിമുകുന്ദന്റെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് ഉണ്ണിമുകുന്ദന് ഫ്രസ്ട്രേഷനാണ്, ഫിലിം ഒന്നും കിട്ടാത്തതിൻ്റെ, ഫിലിംസ് ഒക്കെ മാറിപ്പോയതിൻ്റെ, അതുപോലെ തന്നെ ടോവിനോയുടെ ഫിലിം ഉയർന്നു വരുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ 6 വർഷം കൊണ്ട് ഞാൻ ഇയാളുടെ മാനേജറായിട്ട് നിൽക്കുന്നു. ഈ 6 വർഷം കൊണ്ട് ഞാൻ ഒത്തിരി ഉപദ്രവങ്ങൾ സഹിച്ചു, എനിക്കിനി സഹിക്കാൻ വയ്യ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 18 വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി 6 വർഷം കൊണ്ട് ഒരാൾ ഇങ്ങനെ അപമാനിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുമോ? അതും ഇത്രമാത്രം പബ്ലിസിറ്റി ഉള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സും ഒരുപാട് ആക്ടേഴ്സുമായിട്ടൊക്കെ നല്ല പരിചയമുള്ള ഒരു വ്യക്തി ഒരു നടന്റെ ഇത്തരത്തിലുള്ള കളിയാക്കലുകളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് നിൽക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് തന്നെ ഒരു തെറ്റാണ്. ആദ്യം പറയുന്നത് തന്നെ തെറ്റാണ്. ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നു ഇതൊരു 90% പേര് ഉണ്ണിമുകുന്ദനെ അടിച്ചു എന്നുള്ളത് വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ സ്റ്റാർ വാല്യൂ ഇടിച്ച് തകർത്ത് ഉണ്ണിമുകുന്ദൻ ഇപ്പം അമ്മയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തുക, അതൊക്കെ ആയിരിക്കണം ഉദ്ദേശം. വിപിൻ ഈ അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ വിപിൻ എന്തോ കാര്യമായ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് ഉണ്ണിമുകുന്ദന് വരാനിരുന്ന നല്ല നല്ല ഫിലിംസുകളെല്ലാം, അതായത് വിപിനാണല്ലോ കഥ കേൾക്കുന്നത്, ആ കഥകളൊന്നും തന്നെ ഉണ്ണിമുകുന്ദനോട് പറഞ്ഞിരുന്നില്ല. നല്ല നല്ല ഫിലിംസ് ഒന്നും ഉണ്ണിമുകുന്ദന് ചെയ്യാൻ അവസരം ഈ വിപിൻ കൊടുത്തിരുന്നില്ല. വിപിൻ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെയാണ് ആ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത്, പോസ്റ്റിൽ പറയുന്നത്. അപ്പൊ ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണോ, നല്ല ഏതെങ്കിലും ഫിലിം ഈ ഉണ്ണിമുകുന്ദന് വന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ വിപിൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതിന്റെ ഒരു അറിഞ്ഞതിന്റെ പ്രകോപനത്തിലെങ്ങാനും അടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പില്ല. എന്തായാലും ഉണ്ണിമുകുന്ദൻ രംഗത്ത് വന്ന് ഇതിനുള്ള സത്യാവസ്ഥ പുറത്തു പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഉണ്ണിമുകുന്ദൻ രംഗത്ത് വരുമ്പം വിപിന്റെ കള്ളത്തരങ്ങൾ പൊളിയും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ ഞാൻ ഒരിക്കലും ഉണ്ണിമുകുന്ദൻ അടിച്ചു എന്നുള്ളത് വിശ്വസിക്കില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇത്. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്, അല്ലാതെ മറ്റൊന്നും അല്ല പറയുന്നത്. അതിന് 2-3 കാരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇത്രയും ഒരു നടൻ, ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടൻ, അല്ലെങ്കിൽ പുതുമുഖ നടനാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ പറയായിരുന്നു. ഒരിക്കലും ചെയ്യില്ല. പുതുമുഖ നടനാണെങ്കിൽ പറയാമായിരുന്നു അദ്ദേഹത്തിന് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ചെയ്തതാണെന്ന്. പക്ഷേ ഉണ്ണിമുകുന്ദനെ പോലെ ഇത്രയും നാളുകൊണ്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ, മാർക്കോ പോലൊരു ഫിലിം ചെയ്ത ഒരാൾ, അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കമന്റ്സ് രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളുടെ കമന്റുകൾ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് എന്നുള്ള കാര്യങ്ങൾ. ഇതിൽ എന്തൊരു തക്കതായ വേറെ മറ്റൊരു കാരണം ഉറപ്പായും കാണും. ഉണ്ണിമുകുന്ദൻ ഈ വിപിൻ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചിട്ടുണ്ട് എങ്കിൽ
തക്കതായ റീസൺ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും ഇത്രയും വലിയൊരു നടൻ, മീൻസ് നല്ലൊരു നടൻ തന്നെയാണ്, ഒരിക്കലും ചെയ്യില്ല. ഇതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ടോവിനോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ടോവിനോയ്ക്ക് തന്നെ കിട്ടും. നമ്മുടെ ഉണ്ണിമുകുന്ദൻ ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ണിമുകുന്ദൻ തന്നെയാണ് കിട്ടുന്നത്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല. അതൊരാളുടെ ഫിലിം ഹിറ്റായെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാവുന്ന ഓരോ ആൾക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ ഡയറക്ടേഴ്സിനും അതുപോലെ തിരക്കഥാകൃത്തുക്കൾക്കും അവർക്ക് അറിയാം. അവരത് എഴുതുന്ന തന്നെ ഇന്നൊരാളെ കണ്ടുകൊണ്ടാണ്. അല്ലെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ മാത്രമാണ് ചിലർ ആ ഫിലിം ചെയ്യുന്നത് പോലും. ചില 10-15 വർഷങ്ങൾ പോലും കാത്തിരിക്കുന്നവരുണ്ട്. നമുക്ക് പല ഫിലിമിന്റെ റിവ്യൂസ് കാണുമ്പോൾ മനസ്സിലാവും, ഒരു ക്യാരക്ടർ നമ്മൾ സങ്കല്പിച്ച് എഴുതുന്ന തന്നെ ഇന്നൊരാളാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരാളെ കിട്ടിയാൽ മാത്രമേ പലരും ആ ഒരു ക്യാരക്ടർ, അതായത് ആ ഫിലിം പോലും ചെയ്യിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എന്ത് പറ്റത്തില്ല, ഈ ഒരു പേരിൽ നരിവേട്ട എന്ന് പറയുന്ന ഒരു ഫിലിമിനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട്, പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഉണ്ണിമുകുന്ദൻ തൻ്റെ മാനേജറെ അടിച്ചു എന്ന് പറയുന്നത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റാത്തൊരു കള്ളം തന്നെയാണ്. അതുപോലെ തന്നെ എന്തായാലും ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയക്ക് ഇത്രമാത്രം ഇത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത്, നമ്മുടെ വിരൽത്തുമ്പിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ രഹസ്യമായി അടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇത്ര വലിയൊരു വിവാദമായി മാറുന്ന ഒരു വിഷയത്തിനെ ലാഘവത്തോടു കൂടി ഉണ്ണിമുകുന്ദൻ കൈകാര്യം ചെയ്യുമെന്നുള്ളതും സംശയാസ്പദമാണ്. എന്തായാലും ഉണ്ണിമുകുന്ദൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. പക്ഷെ ചെയ്യില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ, ഇപ്പൊ ന്യൂസിലൊക്കെ ഉണ്ടല്ലോ ഇത്, വരും ദിവസങ്ങളിൽ ഇതിനകത്തുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഉണ്ണിമുകുന്ദൻ വരുമായിരിക്കും. അല്ലെങ്കിൽ ഇത് കേസ് കലങ്ങി തെളിഞ്ഞ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതിന്റെ പുതിയ വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ, അതായത് ആരാണ് തെറ്റ് ആരാണ് ശരി എന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കമന്റ്സ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.